ഹലോ! നിത്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. കാര്യത്തിൽ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം നോക്കിയാലോ? അങ്ങനെ നമ്മുടെ ഭാസ്കരനച്ഛനെ നമ്മളെ നിധിയുടെ ഏട്ടൻ കത്തി കൊണ്ട് കുത്തുകയും ഒരുപാട് ബ്ലഡൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൈക്കൊരു മുറിവ് പറ്റിയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും നിധിയും കൂടെയുള്ള ഡ്രൈവറും കൂടെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് നമ്മുടെ നിധി നന്നായിട്ട് വറീഡ് ആവുന്നുണ്ട്. അച്ഛൻ്റെ കയ്യിൽ ചോര കണ്ടിട്ട് നന്നായിട്ട് പേടിക്കുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഭാസ്കരനച്ഛനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തട്ടെ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഭാസ്കരനച്ഛൻ്റെ മുറി കെട്ടുന്നുണ്ട്. ചെറിയ മുറിവാണെന്നൊക്കെ പറയുന്നെങ്കിലും നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് ചെറുതായിട്ടൊന്നുമല്ല, 3 സ്റ്റിച്ച് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാരാന്ന് ചോദിക്കുമ്പോൾ അച്ഛനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഭർത്താവിൻ്റെ അച്ഛനാണെന്നൊക്കെ ഡോക്ടറോട് പറയുമ്പോൾ ഭാസ്കരനച്ഛന് നന്നായിട്ട് സന്തോഷമാവുന്നുണ്ട്. അവിടുത്തെ നഴ്സിനോടും പറയുന്നുണ്ട് എൻ്റെ മരുമകളാണ്, പക്ഷെ മകളെ പോലെയാണ് നോക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബില്ലും ഫാർമസിയിലെ മരുന്നും ഒക്കെ നമ്മുടെ നിധി തന്നെയാണ് വാങ്ങുന്നത്. എന്തായാലും നിധിക്ക് കുറച്ചും കൂടി അച്ഛനോടൊരു ഇഷ്ടവും കെയറിങ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഭാസ്കരനച്ഛനും തിരിച്ച് അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇപ്പോൾ അവർ ഒരു യഥാർത്ഥ ഒരു അച്ഛനും മകളും പോലെയാണ് പെരുമാറുന്നത്. അങ്ങനെ അവർ മരുന്നൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് കാറിന്ന് ഭാസ്കരനച്ഛൻ കൈ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ നിധിക്ക് നോവുന്നുണ്ട്. നിധി ചോദിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ കൈക്ക് കത്തി കയറിയാൽ വേദനിക്കാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഞാൻ ഒരുപാട് വേദനകളൊക്കെ സഹിച്ചിട്ടുണ്ട്, വേദനിക്കുന്നവരെ കണ്ടിട്ടുമുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഒരു മുള്ളു കുത്തുന്ന വേദന എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരനച്ഛൻ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ഡ്രൈവർ പാട്ടൊക്കെ ഇടുമ്പോൾ അതൊക്കെ മാറ്റാൻ പറയുന്നുണ്ട്. ആ പാട്ടൊന്നും ഭാസ്കരനച്ഛന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എന്തായാലും നിധി എന്തായാലും ഫോണിൽ പാട്ട് വയ്ക്കാന്ന് പറഞ്ഞിട്ട് നല്ലൊരു പാട്ടൊക്കെ വയ്ക്കുന്നുണ്ട്. അത് ഭാസ്കരനച്ഛൻ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഡ്രൈവർ ചേട്ടൻ ഉറങ്ങിപ്പോകുന്നത്. അങ്ങനെ നീ ഉറങ്ങിയിട്ടാണോ വണ്ടി ഓടിക്കുന്നത്, വല്ല പാണ്ടിലോറിയുടെ ഇടയിൽ പോയിട്ട് പെട്ടെന്ന് നീ സമാധാനം പറയുന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഭാസ്കരനച്ഛൻ ചൂടാവുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എന്തായാലും നിധി തൻ്റെ മൊബൈലിൽ പാട്ടൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി പാട്ട് കാരണം ഡ്രൈവർക്ക് ശ്രദ്ധ തെറ്റണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അങ്ങനെ പോകുന്ന വഴിക്ക് ഡ്രൈവറിനോട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഉറക്കക്ഷീണമൊക്കെ മാറ്റാൻ പറയുന്നുണ്ട്. അങ്ങനെ കാറിന്ന് നമ്മുടെ ഡ്രൈവർ ഇറങ്ങി ചായ കുടിക്കുന്നുണ്ട്. ഭാസ്കരനച്ഛനും നിധിക്കും വേണ്ടാന്നൊക്കെ പറയാണ്. അങ്ങനെ ഡ്രൈവർ ചായ കുടിക്കാൻ ഇറങ്ങിയ സമയത്ത് നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ നിധിയും ഭാസ്കരനച്ഛനും മാത്രം ഇരിക്കുകയാണ്. ആ സമയത്ത് നിധി ഇങ്ങനെ ഭാസ്കരനച്ഛനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ അത് കാണും. അപ്പം അച്ഛൻ ചോദിക്കണം, മോളെ നീ എന്തിനാ എന്നെ മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ചുറ്റിനും എത്ര നല്ല മനുഷ്യരുണ്ട്, അവരെയൊക്കെ ഒന്ന് നോക്കുമെന്ന് പറയാണ്. അപ്പം പിന്നെ അവൾക്ക് എന്തോ അച്ഛനോട് ചോദിക്കാനുണ്ട്. അങ്ങനെ അവൾ ചോദിക്കുകയാണ്, അച്ഛൻ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, ഞാൻ ചോദിക്കട്ടെ, തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം കേട്ടോ എന്നൊക്കെ പറയണം. ആ ചോദിച്ചോന്ന് പറയുമ്പോൾ നിങ്ങളെ വൈഫിനെ കൊന്നത് നിങ്ങളാണോ എന്ന് ചോദിക്കണേ. അപ്പോൾ ഒരു നിമിഷം അദ്ദേഹം പാതറുന്നുണ്ട്. എന്നിട്ട് പറയണം, വൈഫിനെ മാത്രമല്ല അനേകായിരം ആൾക്കാരെ ഞാൻ കൊന്നിട്ടുണ്ട്, വേണ്ടി വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ കയറി ഇങ്ങനെ ബഹളമുണ്ടാക്കുന്ന ആൾക്കാരെ ഞാൻ ഇനിയും കൊല്ലും, നിൻ്റെ ഏട്ടനോടും അത് പറഞ്ഞേക്കിട്ടോ, ആ തടിമാടനോടും പറഞ്ഞേക്കിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ നിധിക്ക് പേടിയാവണം. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ 100% സത്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കതിൽ എന്തോ ഒരു ദുരൂഹത മണക്കുന്നുണ്ട്. ചിലപ്പം അദ്ദേഹം ചിലപ്പം വെറുതെ പറഞ്ഞതായിരിക്കാം. എന്തായാലും നമ്മുടെ നിധീനെ ഒന്ന് പേടിപ്പിച്ചതായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം അനുസരിച്ച് അയാൾക്ക് അങ്ങനെ ഒരു പെണ്ണിനെ കൊല്ലാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്തായാലും. എനിവേ നമുക്കറിയില്ല, ഇനിയും കഥ നീണ്ടു പോകുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും. എന്തായാലും നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വന്ന് കാറിൽ കയറി തിരിച്ച് അവർ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ നമ്മളെ സുധീഷാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുക. ഹരീഷിനെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ എത്തും ഇപ്പം എത്തും എന്ന് പറഞ്ഞിട്ട് എന്താണ് എത്താത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹരീഷാണെങ്കിൽ പറയുന്നുണ്ട്, നിൻ്റെതൊരു ഫേക്ക് മാരേജ് ആയിരുന്നില്ല, അതുകൊണ്ട് നിനക്ക് അവളങ്ങ് പോകും എന്നുള്ള പേടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവൻ പറയുന്നുണ്ട്, അവളിങ്ങനെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാടാ, അതിൻ്റെ പേരില്ലേ കാതൽ, ഇഷ്ക്, മുഹബത്ത്, ലവ്, പ്രണയം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷ് നല്ല ടെൻഷനിലാണ് അവളെ എത്താത്തതിൻ്റെ പേരിൽ. അവൾ എങ്ങോട്ടെങ്കിലും പോകും, അവൾക്ക് എന്തെങ്കിലും പറ്റുമെന്നൊക്കെ എന്നുള്ള ടെൻഷൻ ഉണ്ട്. ഹരീഷിനും ഉണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും ഹരീഷ് എന്തായാലും കൂളായിട്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാറ് മുറ്റത്തേക്ക് വരുന്നത്. എന്തായാലും അവർ വീട്ടിലെത്തിയിട്ടുണ്ട്. എത്തിയ ഉടനെ തന്നെ നമ്മൾ സുധീഷ് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ ഭാസ്കരനച്ഛൻ്റെ കയ്യിൽ ഇത് കെട്ട് കാണുന്നത്. അപ്പോൾ ചോദിക്കും, വണ്ടി വല്ലയിടത്തും പോയി ചാമ്പിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഡ്രൈവറോട്. അപ്പോൾ ഡ്രൈവർ പറയുന്നത് എൻ്റെ അടുത്ത് നിന്ന് പറ്റിയൊന്നല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഡ്രൈവറെ നമ്മളെ ഭാസ്കരനച്ഛൻ കളിയാക്കുന്നുണ്ട്, നീ ആദ്യം പോയിട്ട് നന്നായിട്ട് ഡ്രൈവിംഗ് പഠിച്ച് പുതിയ ലൈസൻസ് എടുത്തിട്ട് വാ, എന്നിട്ട് എൻ്റെ അടുത്ത് വാ എന്ന് പറയുമ്പോൾ നമ്മളെ സുധീഷ് ശരിക്കും വിശ്വസിക്കണം. അപ്പോൾ വണ്ടി പോയി ഇടിച്ചു തന്നെയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. കാരണം അങ്ങനെ പറഞ്ഞപ്പോൾ വിചാരിച്ച് ഈ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് പറ്റിയതാണെന്ന് വിചാരിച്ച് ഇതിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വല്ലതും പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സുഭാഷ് ചേട്ടനും ഹരീഷും നികേഷും ഒക്കെ അകത്തുനിന്ന് വരുന്നുണ്ട്. അങ്ങനെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് ഡ്രൈവറിനോട് സുധീഷ് ചോദിക്കുന്നത്, എന്താ ശരിക്കും ഉണ്ടായത്. അപ്പോൾ ഡ്രൈവർ കാര്യം പറയും, അവളുടെ ഏട്ടൻ വന്നിരുന്നു, അടി ഉണ്ടാക്കി എന്നൊക്കെ പറയാണ്. അങ്ങനെ നിധിയോട് പോയിട്ട് എല്ലാവരും ചോദിക്കുമ്പോൾ നിധി സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ ഭാസ്കരനച്ഛൻ എന്തോ ഒരു ആലോചനയിലാണ്.
ഇനി അവിടുത്തെ അടിയുണ്ടായ ആലോചനയാണോ അതോ നിധിയോട് പറഞ്ഞ കാര്യം ആലോചിച്ചിരിക്കുകയാണോ എന്നറിയില്ല. എന്തായാലും എന്താണ് ഇതിന്റെ പിന്നിലെ സത്യം? ശരിക്കും അദ്ദേഹത്തിന്റെ വൈഫിനെ കൊന്നത് അദ്ദേഹം തന്നെയാണോ ഇല്ലേന്നൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്നറിയാം. എന്തായാലും അതിലൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മളെ സുധീഷിന് സംഗതി കുറച്ച് ടെൻഷൻ ആയിട്ടുണ്ട്. സുധീഷ് ചോദിക്കുന്നുണ്ട്, നിന്റെ ഏട്ടൻ എന്താ ഗുണ്ടയാണോ, എപ്പോഴും കത്തി കാറിൽ വെച്ചിട്ടാണോ നടക്കുന്നത്, അതുകൊണ്ട് തന്നെയല്ലേ നിന്നോട് ഞാൻ കൂടെ വരാന്നൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ പേരിൽ അവിടെ എന്തൊക്കെ ഉണ്ടാവാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് എന്തായാലും കാണാം. എന്തായാലും കാറ്റത്തെ കിളിക്കൂട് നമ്മൾ വിചാരിക്കാത്ത റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കൂടുന്തോറും ട്വിസ്റ്റ് ഇങ്ങനെ കൂടി വരികയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കഥ ഇതിലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് എല്ലാം വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.